തലേദിവസം പൊറോട്ട മേടിച്ചപ്പോൾ 2 ബാക്കി വന്നു. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ കഴിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അതിനൊന്ന് മോഡിഫൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലേക്ക് ഓടി വന്നത് നമ്മുടെ സ്വന്തം കൊത്തുപൊറോട്ട തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 മുട്ട ഉപ്പും കുരുമുളകും ചേർത്തിട്ട് നന്നായി കൊത്തിപ്പൊരിച്ചെടുത്തു. കിച്ചണിൽ എൻ്റെ സൗണ്ട് കേട്ടപ്പോഴേക്കും നമ്മുടെ താരം ദേ ഓടി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മുട്ട റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് അതേ പാത്രത്തിൽ തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം. പിന്നെ ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്തത് അതൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ സവാളയും വേപ്പിലയും കൂടിയിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് വഴറ്റണം കേട്ടോ. വഴന്ന് വരുമ്പോൾ തക്കാളി ചേർത്ത് ഇളക്കണം. പിന്നെ പൊടികളായിട്ടുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം കേട്ടോ. നന്നായി വഴന്ന് വരുമ്പോൾ വളരെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി അതിനെ വേവിക്കണം. മസാല ഇപ്പോൾ നന്നായി പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കൊത്തിപ്പൊരിച്ച് വെച്ചിട്ടുള്ള ആ മുട്ടേനെ അതിലിട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള 2 പൊറോട്ട തീരെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതും കൂടി അതിൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ് ഗൈസ്. ട്രൈ ചെയ്ത് നോക്കും.